അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നാം ഓരോരുത്തരുടെയും ദൈനംദിനമുള്ള ആവശ്യങ്ങൾക്കും ജീവിതത്തിനും ഇന്ന് സമ്പത്ത് വലിയൊരു ഘടകമാണ്. ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സമ്പത്ത് ആ ഘടകങ്ങളിൽ ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി അന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കുടുംബത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കണമെങ്കിൽ, ഇന്ന് പ്രത്യേകിച്ചും ഈ വർത്തമാന കാലം ദൈനംദിനമുള്ള ആവശ്യങ്ങൾക്ക് പോലും അമിതമായ വിലക്കയറ്റത്തിൻ്റെ വേലിയേറ്റത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പല കുടുംബങ്ങളും. സാമ്പത്തികമായിട്ടൊരു മനുഷ്യൻ തളർന്നു പോകുമ്പോൾ മാനസികമായും കൂടി തളരുകയാണ് ആ കൂട്ടത്തിൽ ചെയ്യുന്നത്. ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരുമ്പോൾ, വിഷമങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ, അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും സമ്പത്തില്ലാതെ പ്രയാസപ്പെടുമ്പോൾ മാനസികമായി തകർന്നു പോകുന്നതാണ് പല കുടുംബങ്ങളിലും പലരിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം, ആത്മീയ ലോകം ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ സാമ്പത്തികമായ മേഖലകളിൽ ഉയർച്ചയും ജീവിതത്തിൽ ധന്യതയും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിത്തീരുന്നതിന് വലിയ ഒരു ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ വലിയ മഹാന്മാരായ ആളുകളൊക്കെയും അവരുടെ കിതാബുകളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദിക്റാണ്. മാത്രമല്ല, പരിശുദ്ധമായ പുണ്യ മദീനയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യപ്രവാചകന്റെ റൗളയുടെ ആ ഭിത്തിയിലും എഴുതി വെച്ചിട്ടുള്ളൊരു ദിക്റാണിത്. രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ സുബഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 101 പ്രാവശ്യം വീതം ഇത് നമുക്ക് പറയുവാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനധിവിദൂര ഭാവിയിൽ നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിയിട്ട് ആ കുടുംബത്തിൽ ഐശ്വര്യവും ധന്യതയും സമാധാനവും വന്നു ചേരുന്നത് അത്ഭുതകരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്ഭുതകരമായ ഒരു ദിക്റാണിത്. നാം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളടങ്ങുന്ന ഈ ദിക്ർ തീർച്ചയായിട്ടും അതിൻ്റെ ജീവിതത്തിൽ വലിയ ഫലമുണ്ടാക്കി തരും. എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം മാറിയിട്ട് ധന്യതയും പ്രയാസങ്ങൾ മാറിയിട്ട് സന്തോഷവും ഉണ്ടായിത്തീരും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇൻഷാ അള്ളാഹ് നാം ഓരോരുത്തരും രാവിലെയും വൈകുന്നേരവും ഈ ദിക്റൊന്ന് 101 പ്രാവശ്യം വീതം പറയുക. നമുക്കൊക്കെ അറിയുന്നതാണ്. പലപ്പോഴും നമ്മളിൽ പലരും അത് അറിയുന്നവരും ചൊല്ലും പ്രാവർത്തികമാക്കുന്നവരുമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അള്ളാഹുവിൻ്റെ വ്യക്തമായ നാമങ്ങളാണ് അതിലുള്ളത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ നാമം, ഈ ദിക്ർ നാം ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വളരെ സന്തോഷകരമായ ദിനങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. അതിലുപരി നാളെ പരലോകത്ത് നമുക്കിതിന് പകരമായിട്ട് വലിയ പദവികൾ അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അള്ളാഹു മരണം വരെയും ഇത് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. മറന്നു പോകാതെ ഓർമ്മയിൽ വെക്കുക. നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആവസിയത്തുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. വീണ്ടും ഒരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരോടും ദുആവസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.